ലോക ചാപ്റ്റർ 2 ചാത്തൻ എപ്പോഴാണ് ആ ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റുക? അടുത്ത ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കടക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവാം. ഈ ഒരു വീഡിയോ അതിനുള്ളൊക്കെ ഉത്തരമാണ്. ഒപ്പം ഈ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഫിലിമിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ 2017 ടോവിനോയുടെ തരംഗം. ആ ഒരു പരാജയം തന്റെ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നീണ്ട ഒരുപാട് വർഷത്തെ തന്റെ കഷ്ടപ്പാട് തന്റെ വിഷൻ പോലെ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ടീമിനെയും ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി സമ്മാനിച്ച, ആദ്യ സിനിമാറ്റിക് യൂണിവേഴ്സ് സമ്മാനിച്ച, ആദ്യ ഫീമെയിൽ സൂപ്പർ ഹീറോയെ സമ്മാനിച്ച ദ വൺ ആൻഡ് ഓൺലി ദ മോൺസ്റ്റർ ഫിലിം മേക്കർ ഡൊമിനിക് അരുൺ. ഈ ഒരു വീഡിയോ 2 സെക്ഷനായിട്ടാണ്. ആദ്യ സെക്ഷൻ ലോക ചാപ്റ്റർ 2, രണ്ടാമത്തെ സെക്ഷൻ ദ മോൺസ്റ്റർ ഫിലിം മേക്കർ ഡൊമിനിക് അരുൺ. ലോക ചാപ്റ്റർ 2 എന്ന് പറയുന്ന സിനിമ ടോവിനോ നായകനായി വരുന്ന, ടോവിനോയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാത്തനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ലോക യൂണിവേഴ്സിന്റെ ഒരു ബേസിക് സ്ക്രിപ്റ്റ്, ഇന്ന കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളായിരിക്കും അത് കഴിഞ്ഞിട്ട് എന്നുള്ള ഒരു ബേസിക് സ്ക്രിപ്റ്റ് ഓൾറെഡി തയ്യാറാക്കിയ ഒരു ഫ്രാഞ്ചൈസിയാണ് ഈ പറയുന്ന ലോക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്കെലട്ടൺ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഷൂട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഒക്കെ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്ക്രീൻ പ്ലേ, മറ്റ് ഷോർട്ട് ഡിവിഷൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെ പുറകെ പോകും. നമുക്ക് ഈ ഒരു സ്കെലട്ടൺ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത പാർട്ട് എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണെങ്കിലും നടക്കുന്നതെന്നൊരു ഐഡിയ ഉണ്ടാവും. അതിന് ഒരു ഓർഡറിൽ നമുക്ക് അതിനെ കറക്റ്റ് ഒരു സിനിമയായിട്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ മൂവി സ്ക്രിപ്റ്റ് ആക്കി മാറ്റണം. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ സ്റ്റേജിലായിരുന്നു ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ സക്സസ്സിന് ശേഷം കുറച്ച് മാസങ്ങൾ ബ്രേക്കൊക്കെ എടുത്തിട്ട് അവർ ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു സ്ക്രിപ്റ്റിങ് ഏകദേശം ലോക്കാവുന്ന രീതിയിൽ, അതായത് ചാപ്റ്റർ 2 ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ള അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റിംഗ് ഏകദേശം ലോക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ഈ ഒരു 2026 എൻഡോടുകൂടി ഈ ഒരു ലോക ചാപ്റ്റർ 2 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാത്തൻ്റെ ആ ഒരു സിനിമയുടെ ഷൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും. അതൊരു ഡൊമിനിക് അരുൺ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഈ വർഷത്തിന്റെ എൻഡിൽ ഈ പരിപാടി തുടങ്ങും, ഷൂട്ടിന്റെ പരിപാടിയൊക്കെ തുടങ്ങും. നമ്മൾ ഒരിക്കലും നിരാശരാക്കാതെ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു വലിയ സിനിമയാക്കി ഈ ഒരു ചാപ്റ്റർ 2 ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ ഭാരം ആ ഒരു ലോക എന്ന് പറയുന്ന യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു ക്രിയേറ്റീവ് സൈഡിന് എന്തായാലും ഉണ്ടാവും. പ്രൊഡക്ഷൻ സൈഡ് എന്തായാലും DQ ആണ്. ആ ബഡ്ജറ്റ് അവർക്ക് തിരിച്ച് എന്തായാലും ഏറെക്കുറെ കിട്ടുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് അത്രത്തോളം വൈഡായിട്ട് റെക്കഗ്നൈസേഷൻ കിട്ടിയ ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് സെക്കൻഡിനുണ്ടാവും. എന്തായാലും ഒരു സിനിമ ആ ഒരു മാക്സിമം റിട്ടൻഷൻ അതിൽ നിന്ന് എടുക്കും, ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് ക്രിയേറ്റീവ് സൈഡ് നമ്മൾ ഫസ്റ്റിൽ കണ്ടതിനേക്കാൾ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതുക്ക് മേലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കൊണ്ടുവരാൻ ഈ പറയുന്ന ക്രിയേറ്റീവ് ടീമിന് എന്തായാലും നല്ല പ്രഷർ ഉണ്ടാവും. എങ്ങനെയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് ആ ഒരു നമ്മൾ എക്സാക്റ്റ് എന്താണോ മനസ്സിൽ കാണുന്നത് അതുപോലത്തെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ലോക 2 എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് ഈ ഒരു 2026 എൻഡിൽ ഒരു നവംബർ ആ ഒരു ടൈമിലൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവങ്ങൾ വെച്ചിട്ട് ഡയറക്ടർ തന്നെ കൺഫേം ചെയ്തൊരു കാര്യമാണ്. ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ വീണ്ടും നീട്ടി കൊണ്ടുപോയേക്കാം. ലോക ചാപ്റ്റർ 2 നമ്മളുടെ ചന്ദ്ര ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. ചന്ദ്രയെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പാസ്റ്റിൽ ചന്ദ്രയും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുകയോ ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായാലും ഈ സിനിമയ്ക്കകത്ത് വരും. ഫസ്റ്റിൽ നമുക്ക് കിട്ടിയ ആ ഒരു ഇമ്പാക്റ്റ് അതുപോലെ പ്രതിഫലിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടായിരുന്ന മെയിൻ ലീഡ് എന്തായാലും ഇതിലേക്കും കൂടി വരണം. കല്യാണിനെ ഏതോ ഒരു സ്റ്റേജിൽ പറഞ്ഞു എന്ന രീതിയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര കൺഫേം ആണെന്നുള്ളതിൻ്റെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് കൺഫേം ആക്കി പറയുന്നില്ല. എന്തായാലും 99% ചന്ദ്ര എന്തായാലും ചാപ്റ്റർ 2 ഉണ്ടാവും. നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ ചന്ദ്രയും അതിനകത്ത് ഇൻക്ലൂഡ് ആവും. ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ടോവിനോ തന്നെയാണ് മെയിൻ ലീഡ് വരുന്നത്. ഒപ്പം നമ്മുടെ DQൻ്റെ ഒരു ക്യാമിയോ ഓഡിയനായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെയുള്ള മറ്റൊരു എക്സ്പെക്റ്റേഷനാണ് മൂത്തോൻ്റെ റിവീൽ ആയിരിക്കാം. ആ ഒരു സൗണ്ട് കൊണ്ടുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ്യൂം ലുക്ക് റിവീലോ അല്ലെങ്കിൽ ഈവൻ ഫേസ് തന്നെ റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ 2 നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ അതും കൺഫേം ആയ ഒരു കാര്യമല്ല. ടോവിനോ ഈ ഒരു ചാപ്റ്റർ 2 എത്രത്തോളം ഗെറ്റപ്പിൽ വരാൻ പോകുന്നു എന്നുള്ളതും വലിയ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറാണ്. അത് എങ്ങനെയായിരിക്കും ടോവിനോ പ്രസന്റ് ചെയ്യുന്നതെന്ന് കാണാനും ചാപ്റ്റർ 2 മറ്റൊരു എക്സൈറ്റ്മെന്റ് ഒരു പാർട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കറണ്ട് സ്റ്റേജിൽ ലോക ചാപ്റ്റർ 2 കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. പിന്നെ ഒരുപാട് റൂമേഴ്സുകൾ വരുന്നുണ്ട്.
അതൊന്നും ഞാൻ അൺവാണ്ടഡ് ആയിട്ട് ഇതിനകത്ത് കുത്തി കയറ്റുന്നില്ല. ദ മോൺസ്റ്റർ ഫിലിം മേക്കർ ഡൊമിനിക് അരുൺ. ഈ ഒരു ഡയറക്ടറിന്റെ പേര് നമ്മൾ ചാപ്റ്റർ 1 ഇറങ്ങിയ സമയത്താണ് നമ്മൾ കേട്ട് തുടങ്ങിയത്. നല്ല പണി അറിയാവുന്ന ഡയറക്ടറാണെന്നും അതിന്റെ ടീസർ വന്നപ്പോൾ തന്നെ നമുക്ക് അറിയാമായത്, നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സിനിമയ്ക്ക് കുറെ പ്രത്യേകതകളുണ്ട്, അതായത് ഒരുപാട് ടാഗുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ ആ ഒരു ടാഗുകളുടെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ഡയറക്ടറിന്റെ പേര് പതിയെ അങ്ങ് മങ്ങിപ്പോയി, അല്ലെങ്കിൽ അതിന്റെ അകത്ത് മുങ്ങിപ്പോയി. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മോളിവുഡിലെ ഒരു ആദ്യ ഫീമെയിൽ സൂപ്പർ ഹീറോ ലീഡായിട്ട് വരുന്ന ഒരു സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഹിറ്റായിട്ട് മാറുന്ന മറ്റൊരു ടാഗ്. ചെറിയ 30 കോടി ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം എടുത്തു എന്നുള്ളതിന് ആ ഒരു വേഫെയർ അല്ലെങ്കിൽ DQ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷന് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ, ഇതെല്ലാം പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരു സിനിമയാക്കി നമ്മളുടെ മുന്നിൽ എത്തിച്ച ആ ഒരു ഡയറക്ടർ ഇതിൻ്റെ എല്ലാം കുറച്ച് ഇടയ്ക്ക് അങ്ങ് മങ്ങിപ്പോയി. അതായത് ദ ഫിലിം മേക്കർ ഓഫ് ലോക എന്ന് പറയുന്ന ആ ഒരു ടാഗ് ഡിസർവ് ചെയ്യുന്ന രീതിയിൽ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വലിയ എക്സാമ്പിൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റാ ഹാൻഡിലായാലും നോക്കിയാൽ മതി. നമ്മുടെ മലയാളത്തിൽ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ചൊരു ഡയറക്ടറിൻ്റെ ഒരു പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബുമ്മുണ്ട്. ഒരു പേജ് കയറുമ്പോൾ ആ ഒരു പേജ് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും, അത് ഫീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പോസ്റ്റ് വന്നാൽ കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അതിൻ്റെ സൈഡ്. ഞാൻ ഇതൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഒരു നോർമൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമ്മുടെ മലയാളത്തിൽ ഒരു വലിയ ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ മലയാള സിനിമയെ കുറെ കൂടി ഔട്ട്സൈഡേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഡിയൻസ് സംസാരിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിച്ചു. ഒരു പുതിയൊരു യൂണിവേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഒരുപാട് ടാഗുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലും ഈ സിനിമ എന്ന് പറയുന്നത് എന്തായാലും ഒരു ടീം വർക്കായിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ അകത്ത് മറ്റ് എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് അവരവരുടേതായിട്ടുള്ള സൈഡിൽ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് തന്നതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇന്ന് നമ്മൾ കാണുന്ന ലോക അല്ലെങ്കിൽ ചന്ദ്ര പോലത്തെ ആ ഒരു സിനിമയായിട്ട് മാറിയെന്ന് തന്നെയാണ് ഡയറക്ടർ പറയുന്നത്. തൻ്റെ ക്രെഡിറ്റ് മൊത്തമായിട്ട് അടിച്ചെടുക്കുന്നു, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലും അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഞാനാണ് ഇത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഞാൻ നിർമ്മിച്ച സിനിമയാണ് ഇത്രയും ഇൻഡസ്ട്രിയൊക്കെ ഹിറ്റ് അടിച്ചതെന്ന് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരവും അദ്ദേഹം ചെയ്യുന്നില്ല. അത് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ആ ഒരു ടീമിനെ ഈ പറഞ്ഞ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഒരു സിനിമ പോലെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർ ഐഡിയ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ഈ രീതിയിലൊരു സിനിമയാക്കാം എന്ന് പറയാൻ കാണിച്ച ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ മൈൻഡിനെ അദ്ദേഹം ഡിസർവ് ചെയ്യുന്ന രീതിയിലുള്ളൊരു അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്. ഇപ്പം ഞാനായാൽ പോലും അദ്ദേഹത്തിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അതായത് ഈ ലോഗോയുടെ സക്സസിനെ കുറിച്ച് നമ്മൾ എന്തായാലും ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നതായാൽ പോലും ഇൻക്ലൂഡിങ് മീ, ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സ് ആയാൽ പോലും അദ്ദേഹത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് അദ്ദേഹത്തിന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ ഒരു റിഗ്രറ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സെക്ഷനിലൂടെ ഞാൻ ചെയ്യുന്നത്. ഈ ലോക ചാപ്റ്റർ 2 എന്ന് പറയുന്ന സിനിമ ഡൊമിനിക് അരുണിനും കല്യാണി പ്രിയദർശനും ടോവിനോ തോമസിനും കഴിവിനെ അല്ലെങ്കിൽ അവരുടെ സ്റ്റാർഡത്തെ ഒരു വലിയ സ്ക്രീനിൽ ഒന്നും കൂടി എടുത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാം ഊഴമായിരിക്കും. ഈ ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് എന്നുള്ളത് എല്ലാ ടെക്നീഷ്യൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അദ്ദേഹം വളരെ പോയറ്റായിട്ട് അദ്ദേഹത്തിന് വേണ്ടത് എന്താണോ ആ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു ക്രിയേറ്റേഴ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഡൊമിനിക് അരുൺ എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടർ ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനൊരു സിനിമ എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനൊരു സംഭവം ചെയ്താ അത് ഞാൻ എൻ്റെ സിനിമ ആഡ് ചെയ്തോളാം എന്നുള്ളൊരു ഡിസിഷനാണ് പുറത്ത് നിൽക്കുന്നവർ കാണുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്ക് ഇന്നത് വേണം എന്നുണ്ട്. ആ വേണ്ടത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ആ ഒരു ക്രിയേറ്റേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റിസൾട്ട് ആ ഒരു ക്രിയേറ്റേഴ്സിൻ്റെ അകത്തിന് തനിക്ക് എടുത്ത് തൻ്റെ സിനിമയിൽ ആഡ് ചെയ്യാൻ പറ്റി. പണിയെടുക്കുന്നതായി ഫീൽ ചെയ്യാതെ തൻ്റെ മനസ്സിലുള്ള ഔട്ട്പുട്ട് അവരിൽ നിന്ന് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഈ ഒരു ഡയറക്ടർക്ക് നല്ലപോലെ അറിയാം. ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലെ ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക്, ചമൻ ചാക്കോ എന്ന് പറയുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എഡിറ്റർ, ആ ഒരു ഇൻ്റർകട്ട് മീൻസ് ചന്ദ്രയെ അവിടെ പിടിച്ചുകൊണ്ട് പോകുന്നതും നസ്ലിനും ചന്ദ്രയും ആ ഗുണ്ടകളും തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് അവിടെ നടക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു റിവീലേഷൻ പോയിന്റ് വരെ എത്തുന്ന സമയത്ത് വിജയരാഘവൻ്റെ ആ ഒരു കുട്ടിയുടെ അടുത്ത് ആ ഒരു സ്റ്റോറി ആ ഒരു പാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ആരാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ചന്ദ്ര അല്ലെങ്കിൽ നീലി എന്ന ക്യാരക്ടറിലേക്കുള്ള ആ ട്രാൻസ്ഫോർമേഷൻ ഇപ്പുറത്ത് ഒരു സൈഡിൽ കൂടെ നരേഷനിലൂടെ പോവുകയും അപ്പർ സൈഡിൽ അതിൻ്റെ റിയാലിറ്റി നടക്കുകയും ചെയ്യുന്ന സമയത്ത് അത് രണ്ടിൻ്റെയും പെർഫെക്റ്റ് ആയിട്ടുള്ള എൻഡിൽ കൊണ്ട് ആ ഇൻ്റർകട്ട് ഇട്ട് ബ്ലോക്ക് ചെയ്തു. ആ രീതിയിൽ ചെയ്താൽ അത് വർക്കാവുമെന്ന് ഒരു എഡിറ്റർക്ക് പ്രൂവ് ചെയ്ത്
ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് കറക്റ്റ് വിഷ്വലി ക്ലാരിറ്റി ഉണ്ടാവും. ആ ഒരു സജഷൻ ചമൻചാക്കോ കൊടുത്തതാണ്. ആ ഒരു സജഷൻ അപ്രൂവ് ചെയ്ത് ഡൊമിനിക് അരുൺ തന്നെയാണ് പറഞ്ഞതും. ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി എന്നുള്ള ഒരു ഡയലോഗ് അത് അവിടെ കട്ട് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ഈ കിട്ടിയ ഒരു ഇമ്പാക്റ്റ് എന്തായാലും അതിൽ അവിടെ കിട്ടില്ല. ഇതുപോലെ ഒരുപാട് ഫീൽഡിൽ, ഇപ്പോൾ മ്യൂസിക് ആയാലും മറ്റെല്ലാ ഫീൽഡിലും, ആക്ടിങ് ആയാലും എല്ലാത്തിലും ഈ ഒരു ഡയറക്ടറിന്റെ നല്ലൊരു ക്വാളിറ്റിയാണ് അവിടെ മെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ദ മോൺസ്റ്റർ ഫിലിം മേക്കർ എന്നുള്ള ടാഗ് ഞാൻ ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന ഈ ഒരു ഫിലിം മേക്കറിന് കൊടുത്തത്. അദ്ദേഹത്തിനെ പുറമേ നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളും ഹമ്പിളുമായിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും അദ്ദേഹം എന്ന് പറഞ്ഞ ക്രിയേറ്ററിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നൊരു റൈറ്ററിൻ്റെ മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിച്ച വഴിയിലൂടെ തൻ്റെ കൂട്ടുകാരെയും കൂടി നടത്തിക്കൊണ്ട് അവരുടെ സജഷൻസും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അഭിപ്രായങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ടീമായിട്ട് നിന്നുകൊണ്ട് ആ ഒരു സിനിമയെ അവർ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഒരു വലിയൊരു അച്ചീവ്മെൻറ്റും കൂടി സമ്മാനിച്ചതിന് ഡൊമിനിക് അരുണിനും ആ ഒരു ഓൾ ലോക ടീമിനും നമുക്കൊരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ ചാപ്റ്റർ 2 ചാത്തിന് വേണ്ടി നമുക്കൊക്കെ വെയിറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിടാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ എന്തായാലും റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ. ബൈ.